കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു. കുണ്ടറ സൊസൈറ്റി മുക്ക് സ്വദേശി സിയാദാണ് മരിച്ചത്. 13-കാരനെ കാണാനില്ലെന്ന പരാതിയിലാണ് ജൂൺ 16 രാത്രി സിയാദിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. പോലീസ് സിയാദിനെ മർദ്ദിച്ചു. പോലീസ് മർദ്ദനത്തിൽ സിയാദിന്റെ വാരിയെല്ല് പൊട്ടിയെന്നും പോലീസ് ജീപ്പിൽ വെച്ച് തന്നെ സിയാദിനെ മർദ്ദിച്ചുവെന്നും കുടുംബം പറയുന്നു. 12 മണി കഴിഞ്ഞാണ് അന്നേരം ഒരു മിസ്സിംഗ് കേസ് എന്ന് പറഞ്ഞാണ് പിടിച്ചോണ്ട് പോകുന്നത് വീട്ടിൽ നിന്ന്. എന്നിട്ട് കോവിലുമൊക്കെ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി നിർത്തിയെന്ന് അങ്ങനെ എന്താ പറഞ്ഞു, ഇടിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. മുതൽ നല്ല അണപ്പ് ഇടിച്ച് നിർത്തിയില്ലെന്ന് പറഞ്ഞു. ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസാണ് ഇടിച്ചതെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു. അത് സ്റ്റേഷനിൽ വെച്ചല്ലായിരുന്നു ആദ്യം പറയുന്നത്. ഞങ്ങളന്നേരം വണ്ടി കാത്ത് നിൽക്കുമ്പോൾ ഉണ്ട് ഞങ്ങളെ പപ്പാടെ ഫോണിൽ നിന്ന് ഒരു കോള് വരുന്നു. അങ്ങനെ എടുത്തപ്പോൾ ഉണ്ട് പറയുന്നു, അമ്മ ചോദിച്ച് എന്തിനെ പിടിച്ചോണ്ട് പോയെന്നൊക്കെ തിരക്കിയായിരുന്നു. തിരക്കേൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ് എന്നെ ഇങ്ങനെ പോലീസുകാർ ഇടിച്ച് ഇനി ഇടിക്കുമെന്ന് പറഞ്ഞ് റിമാൻഡ് ചെയ്യുമെന്നും പറഞ്ഞെന്ന് പറഞ്ഞു. വേഗം വാടി എന്ന് പറയുകയും ചെയ്തമ്മേ. വാരിയെല്ലിന് പൊട്ടലുണ്ട്. ഈ ഭാഗത്തായിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വിട്ടത്. എന്തോ മരുന്നിൻ്റെ സ്റ്റിക്കറാണ്. ലെൻസിലോട്ട് ആവൂന്ന് പറഞ്ഞ് ശരീരം ബോഡി അനക്കല്ലൂ എന്നെല്ലാം പറഞ്ഞാൽ വിട്ടത്. പിന്നെ ഓരോ ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് മുതുകത്ത് വെള്ളം കെട്ടി കിടക്കുന്നത്. അങ്ങനെ വെള്ളം കുത്തിയെടുത്തപ്പോഴത്തേക്ക് അത് പഴുപ്പായെന്നും വെള്ളം അങ്ങ് പഴുപ്പായെന്നും ബോഡി ഫുള്ളായെന്നും പെട്ടെന്ന് കൊണ്ടുപോകാൻ ഇവിടെ അങ്ങനെ മെഡിക്കലിൽ കൊണ്ടുവന്നത്. ഇത് എവിടെ കുനിച്ചീർത്തി ഇടിച്ചെന്നാ പറഞ്ഞത്. ഇങ്ങനെ ഇടിച്ചെന്നാ പറഞ്ഞത്. ഇരുന്നപ്പോ എവിടെ വെച്ചു? വണ്ടിക്കകത്ത് വെച്ച് പോലീസ് ജീപ്പ് ജീപ്പിനകത്ത് വെച്ച് തന്നെ ഇടിച്ചെന്ന് പറഞ്ഞത്. പോലീസുകാർ പിടിച്ചോണ്ടുപോയി ഇടിച്ചെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം അങ്ങ് ദേഹം മൊത്തം വേദന, പിന്നെ ചുമയായങ്ങ് ശ്വാസം മുട്ടായി. ഇത്രയായി ആള് മാറി എന്നെ അടിച്ചുമ്മന്ന് പറഞ്ഞു പോലീസ്. എത്ര ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. വേറൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. പക്ഷെ മനസ്സിലാക്കാതെ കിട്ടി. നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. അറിഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലല്ലോ, അവനോട് ഇട്ടേക്കും. അങ്ങനെ നമ്മൾ പോകത്തില്ല ചോദിക്കും. രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രാജ്കുമാർ, ഇതാ അതിക്രൂരമായിട്ടുള്ള മർദ്ദനം പോലീസിന്റെ ഭാഗത്തു നിന്ന് ആ യുവാവ് നേരിട്ടതായാണ് കുടുംബം പറയുന്നത്. എന്തായാലും പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പുറത്തേക്ക് വരുന്നത്. മർദ്ദനത്തെ തുടർന്ന് തന്നെയാണ് യുവാവ് മരിക്കാനിടയായതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തൊക്കെയാണ് അവർ പറയുന്നത്? അതായത് ഇപ്പോൾ ഈ കേട്ടതിനപ്പുറത്തേക്കുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഈ മരിച്ച സിയാദ് താമസിക്കുന്ന അതുള്ള അയൽവാസി അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. ആ സുഹൃത്തിൻ്റെ 15-കാരിയായ മകൾ. ആ മകളാണ് ശരിക്കും പോലീസിന് രേഖാമൂലമാണോ ഫോൺ ചെയ്ത് പറഞ്ഞതാണോ എന്നറിയില്ല, തൻ്റെ സഹോദരനെ കാണാനില്ല, അത് തട്ടിക്കൊണ്ടുപോയതാകാനാണ് സാധ്യത എന്ന് ഈ പെൺകുട്ടി വിളിച്ചു പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേട്ട പാതി കേൾക്കാതെ പാതി ഈ പോലീസ് ഇറങ്ങിത്തിരിക്കുകയും ഈ പെൺകുട്ടിയെ കൂടി ജീപ്പിൽ വെച്ചുകൊണ്ട് പെൺകുട്ടിയുടെ മുമ്പിലിട്ടാണ് ഈ പോകുന്ന, അതായത് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഊടുവഴിയിലേക്ക് നിർത്തി ജീപ്പിനകത്ത് ഇയാളെ കുരിച്ച് കിടത്തി ഇടിക്കുന്നത്. അത് ഇപ്പോൾ അവർ പറഞ്ഞത് കേട്ടു. ഇത് സിയാദ് സ്റ്റേഷനിൽ വെച്ച്, അതായത് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പരാതിയിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഇടിക്കുന്നു. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് യാതൊരു ദേഹോപദ്രവവുമില്ല. അതൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് പലപ്പോഴും ആ നിലയിലൊക്കെയാണ് ഇപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത്. 3rd ഡിഗ്രി എന്നുള്ള സാധനം സ്റ്റേഷനിൽ വെച്ച് നടക്കാത്തത് കൊണ്ട് ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു ആക്ഷേപം നിലവിലുണ്ടായിരുന്നു. അതിപ്പോൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഇവരുടെ ഈ ആരോപണങ്ങൾ. സ്റ്റേഷനിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം രാവിലെ, അതായത് 16-ാം തീയതി പോലീസ് ഇയാളെ അർദ്ധരാത്രി 12 മണിക്ക് ഉറങ്ങിക്കിടന്ന, മരുന്ന് കഴിച്ചിട്ട് കിടന്ന അബോധാവസ്ഥയിൽ, മരുന്ന് കഴിക്കുമ്പോൾ അബോധാവസ്ഥയിലേക്ക് അയാൾ പോകും. ഈ ഫിക്സിൻ്റെയൊക്കെ അസുഖമുള്ള ഒരു വ്യക്തി കൂടിയാണ്. ആ മരുന്നിൻ്റെ സെഡേഷനുണ്ട്. ഉറങ്ങിക്കിടന്ന ആളിനെ പോലീസ് അവിടെ നിന്നാണ് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നത്. എന്താണെന്ന് ചോദിച്ചിട്ട് പോലും ഇവരോട് പറയാൻ തയ്യാറായില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ, അതായത് 17-ാം തീയതി ഇയാൾ ഈ കാണാതായി എന്ന് പറയുന്ന യുവാവ് സ്റ്റേഷനിലെത്തി. തന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല, താൻ എവിടെയും മിസ്സിങ്ങും അല്ല, ഞാൻ മാറി നിന്നതാണ്, സഹോദരിയായി വഴക്കിട്ട് മാറി നിന്നതാണ് എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, തെറ്റിദ്ധാരണ മൂലമാണ്, സിയാദ് പൊക്കോളൂ എന്ന് പറഞ്ഞ ഒരു ജ്യൂസ് കൂടി പോലീസ് വാങ്ങിച്ചു കൊടുത്തിട്ട് വിട്ടു എന്നാണ് ഈ സിയാദ് തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അരുണിനോടും ഈ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഉടൻ വിളിച്ചു പറഞ്ഞത്. തന്നെ ഒരുപാട് പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്ന് ഈ മരിച്ച സിയാദ് ഈ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി, അതായത് കഴിഞ്ഞ മാസം 17-ാം തീയതി പുറത്തിറങ്ങിയിട്ട് ആദ്യം ആ സുഹൃത്ത് അരുണിനെ ബസ്
ഡ്രൈവർ കൂടിയായ അരുണിനെ വിളിച്ചു പറയുന്നു. പിന്നീട് അദ്ദേഹം ഈ രണ്ടാം ഭാര്യയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ സുഖമില്ലാതായി. അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഈ സിയാദിനെ അവിടെ കാണിച്ചു. പിന്നീട് ജില്ലാ ആശുപത്രി തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കാണിച്ചു. അവിടുത്തെ ചികിത്സയിലും സ്കാൻ റിപ്പോർട്ടിലും എക്സ്റേ റിപ്പോർട്ടിലുമാണ് ഈ വാരിയെല്ല് പൊട്ടി ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, അത് ലങ്സിനേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ സിയാദിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തത്. മെനിഞ്ഞാന്ന് സിയാദ് ലോകത്തോട് വിട പറഞ്ഞു. ഈ പോലീസിൻ്റെ ക്രൂരമർദ്ദനത്തിലാണ് ഇത് സംഭവിച്ചു എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. അവരിത് പോലീസിനും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും ഒക്കെ ഇതിൽ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാനാണ് തീരുമാനം. ശരി, രാജ്കുമാർ എന്തായാലും വ്യക്തമാണ്. കൊല്ലം കുണ്ടറയിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. എന്തായാലും പോലീസിൻ്റെ അതിക്രൂര മർദ്ദനമാണ് യുവാവിന് നേരിടേണ്ടി വന്നതെന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും വാരിയെല്ല് തകരുന്ന നിലയിലേക്കൊക്കെ പോവുകയുണ്ടായി. പോലീസ് വാഹനത്തിൽ വച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് രാജ്കുമാർ കൊല്ലത്ത് നിന്ന് നൽകിയത്.